ഹലോ എവ്രിവൺ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെൽ യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡാട്ടോ. സോ വീഡിയോയിലേക്ക് കാണിക്കുമ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ സെന്നാണെങ്കിൽ ഇന്ന് നടന്ന സംഭവവും കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് ഇരിക്കുക കേട്ടോ ക്ലാസ്സിൽ. ആ സമയത്താണെങ്കിൽ ക്ലാസ്സിലേക്ക് നമ്മുടെ സാറ് വരുന്നുണ്ടായിരുന്നു. സാറ് വന്നിട്ട് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. സാറ് ലേറ്റ് ആയില്ലല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ നമ്മുടെ സെന്നിനോട് ഭയങ്കര ശാഠ്യത്തോടു കൂടി സംസാരിച്ചിരുന്നത്. അപ്പോൾ അവളാണെങ്കിൽ സാറിനോട് പറയുന്നുണ്ട്, സുപ്രീം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ജാടയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സെൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇവൾ ആരാണ് ഇങ്ങനെ സാറിനോടൊക്കെ ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് ഇട്ട് സംസാരിക്കാൻ, ഇവൾ എന്ത് റോളാണ് ഇവൾക്ക് ഉള്ളത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞത് സോറി നിക്കി എന്നുള്ളൊരു പേരിലോട് കൂടിയാണ് ആ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നുണ്ടായിരുന്നത്. കാരണം അപ്പോൾ ആ ഒരു ജാടിട്ട് നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ പേര് നിക്കി എന്നത് മനസ്സിലാക്കാം. ഈ ഒരു പെൺകുട്ടിയാണെങ്കിൽ നമ്മുടെ സെന്നിനോട് ഭയങ്കര അഹങ്കാരത്തോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത്. കാരണം സെന്നിനാണെങ്കിൽ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ ബ്ലഡ് യൂണിറ്റിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് നല്ല രീതിയിൽ താല്പര്യമുണ്ട്. അതോടെ തന്നെ സെന്നിനോട് നമ്മുടെ നിക്കി ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവൾ അറിയില്ല, അതിനെക്കുറിച്ചിട്ടൊക്കെ അറിയണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ നമ്മുടെ നിക്കിനോട് നമ്മുടെ സെൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, എന്നെ ദയവ് ഇതൊന്ന് വെറുതെ വിടോ, കാരണം നല്ല രീതിയിൽ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നിക്കി അവളുടെ മുഖത്ത് പിടിച്ചിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് എനിക്കറിയാമെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് അവൾക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ഹെൽപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് നിൻ്റെ ഹെൽപ്പൊന്നും വേണ്ട, സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ നിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ നിൻ്റെ മരണത്തിലേക്ക് നയിക്കും എന്നുള്ള കാര്യം കൂടെ സെന്നിനോട് നമ്മുടെ ആ നിക്കി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സെന്ന് വീണ്ടും പറയുന്നുണ്ട്, ദയവ് ഇത് എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടുമോ, ഇനി ശല്യം സഹിക്കാൻ പറ്റുന്നില്ല എന്ന രീതിയിലാണ് അവളോട് സംസാരിക്കുന്നുണ്ടായിരുന്നത്. കാരണം എപ്പോഴും ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടാണ് അവൾ നിൽക്കുന്നുണ്ടായിരുന്നത്. കാരണം അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവൾ സ്വന്തമായിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്തോളാം, അല്ലാതെ നിൻ്റെ ഒരു ആവശ്യവും കാര്യങ്ങളൊന്നുമില്ല, വെറുതെ എൻ്റെ ഇതിലേക്ക് ഇടഞ്ഞു കഴി വരണ്ട എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ നിൽക്കുകയാണെങ്കിൽ തീരെ വൃത്തിയില്ലാതെ അവളുടെ വായിൽ ചവച്ചുകൊണ്ടിരുന്ന ചൂയിങ്ങും നമ്മുടെ സെന്നിൻ്റെ മുഖത്തേക്ക് തുപ്പുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ആ ഒരു കോളേജിൽ ഭയങ്കര ഡിസിപ്ലിനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് വലിയ കാര്യമായിട്ട് അവൾ എടുക്കുന്നുമില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പിന്നീട് നിക്കി സെന്നിനോട് പറയുന്നുണ്ടായിരുന്നു, നിനക്ക് മരണം വേണ്ടെന്നുണ്ടെങ്കിൽ നിൻ്റെ വായ പൊട്ടിയിട്ട് ഒരു ഭാഗത്ത് അവിടെ നിൽക്കാൻ നോക്ക്, അല്ലാതെ ഇങ്ങനെ ഓരോന്നും അന്വേഷിച്ച് പോവുകയാണെങ്കിൽ നിന്നെ മരണം ഉടനെ തന്നെ ഉണ്ടാവുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ ആരാണ് ഇതൊക്കെ സംസാരിക്കാൻ, നീ ആരാണ്, ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടാണ് നിൻ്റെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അങ്ങനെ ഭയങ്കര അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു തന്നെ. സോ അവളോട് ഇങ്ങനെ തിരിച്ച് പറയുന്നുണ്ട്, ഞാൻ ഇവിടുത്തെ ബിഗ് ഡോഗ്സിലൊരാളാണ്, സോ നീ എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയുക ഒരു ഭീകരമായൊരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടായിരുന്നു അവളവിടെ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെന്നിനെ ഭയങ്കര പുച്ഛിച്ചിട്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ സെന്നിന് മരണം ഉറപ്പാണെന്നുള്ള രീതിയിലായിരിക്കാം മേ ബി ആ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ സെന്നെ തിരിച്ച് പറയുന്നുണ്ട്, ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ എനിക്ക് അറിയണം, സോ അത് ഞാൻ അറിഞ്ഞിരിക്കുക തന്നെ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സാറാണെങ്കിൽ നമ്മുടെ സെന്നിനോട് സംസാരിക്കുന്നുണ്ട്, നീ എന്താ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ക്ലാസ്സിൽ ഓൾജിബ്രായിക് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സെന്നാണെങ്കിൽ സാറിനോട് പറയുന്നുണ്ട്, സോറി സാർ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ആ ഒരു ക്ലാസ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ സെന്നിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇവിടെ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ള ടെൻഷനാണ് കൂടുതലായിട്ടുള്ളത്. അങ്ങനെ ഇവിടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ 5 പേരെല്ലാവരും കൂടെ സെന്നൊഴികെ ബാക്കിയുള്ള 5 പേരെല്ലാവരും കൂടെ ഇങ്ങനെ നടന്നു വരുന്നതാണ്. ഇവരാണെങ്കിൽ ഒരു നമ്മുടെ മിയേനെ ഒരു റെഡ് ഹെയർ ഉള്ളൊരു കുട്ടി തട്ടിയിട്ടുണ്ടായിരുന്നു, ഐ മീൻ അവിടുത്തെ ഒരു ബോയ് തട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നിട്ട് മിയ അവിടെ നിന്ന് ഇങ്ങനെ നേരെ പോയി ചെന്നപ്പോഴാണ് ഈ ഒരു ബ്ലഡിൻ്റെ രൂപം കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്, ഒരു സ്റ്റുഡൻറ്റ് രക്തത്തിൽ കുളിച്ചിരിക്കാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. സോ അതിനെക്കുറിച്ചിട്ടൊക്കെ അവർ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു കോളേജ് നിഗോഡായിട്ടാണ്. എന്നിട്ട് രാത്രി മാത്രം ഐ മീൻ ബ്ലഡി നൈറ്റ് എന്ന് പറയുമ്പോൾ 7:30 മുതൽ രാവിലെ 5 മണി വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണെങ്കിൽ രാവിലെ ഇങ്ങനെ ഒരു പ്രവൃത്തിയും കാര്യങ്ങൾ മേ ബി നൈറ്റ് കഴിഞ്ഞതാവും, മിയ ആയിരിക്കണം ആദ്യം കണ്ടിട്ടുണ്ടാവുക. ആ ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് എന്നാലും ആ ഒരു റെഡ് കളർ ഹെയർ ഉള്ള ആ ഒരു കുട്ടി നമ്മുടെ മിയനെ നോക്കിയിട്ട് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു ഭാസി രീതിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവർ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു സെന്ന് നമ്മുടെ കൂടെ ഇല്ല എന്നുള്ള കാര്യം മാറ്റ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മാറ്റിനാണെങ്കിൽ നമ്മുടെ സെന്നിനോട് ചെറിയൊരു ഇഷ്ടമുണ്ട് എന്നുള്ളത് നമുക്കിതൊന്ന് മനസ്സിലായിട്ടുണ്ട്. മാറ്റിനാണെങ്കിൽ സെന്നും എവിടെ ഉണ്ട് എന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ അവൻ്റെ ഫേസിൽ നല്ല രീതിയിൽ കാണുന്നുണ്ട്. കാരണം ഈ ഒരു യൂണിവേഴ്സിറ്റി പറയുമ്പോൾ ഭയങ്കര ഹൊറിബിൾ ആയിട്ടുള്ള ഒരു പ്ലേസും കാര്യങ്ങളൊക്കെയാണ്. ഐ മീൻ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അവൾ എവിടെയെന്നുള്ളൊരു ടെൻഷനിൽ അങ്ങനെ നോക്കി നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെന്നിനെയാണ്. സെന്നാണെങ്കിൽ നിക്കീൻ്റെ പിന്നാലെ നടക്കുന്നതാണ്. കാരണം നിക്കീൻ്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മുടെ സെന്നിന് മനസ്സിലായിട്ടുണ്ട്. സോ സെന്നാണെങ്കിൽ നിക്കിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് നിക്കിക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവളാണെങ്കിൽ റൂട്ട് മാറ്റിയിട്ടൊക്കെ വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ നിക്കീൻ്റെ പിന്നാലെ തന്നെ സെന്നി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നിക്കി ആണെങ്കിൽ ഒരു ആളൊഴിഞ്ഞ ഒരു ഭാഗത്തേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സെന്നിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ, കാരണം എന്തോ ഒരു നിഗൂഢമായിട്ടൊരു രഹസ്യം ഇവിടെ പിന്നിലുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നിക്കിയുടെ പിന്നാലെ പോയ സെന്നിൻ്റെ പുറകിലായിട്ട് നമ്മുടെ നിക്കി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ബീരക്ക് എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഇട്ട്. ഇതിൻ്റെ
എന്നിട്ട് പെട്ടെന്ന് തന്നെ അവളുടെ കഴുത്തിന് ഇങ്ങനെ പിടിച്ചിട്ട് കത്തിയായിട്ട് കുത്താൻ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സെന്നിനാണെങ്കിൽ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ടെൻഷനായിട്ട് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മുടെ ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് എന്നെക്കുറിച്ചിട്ട് എന്ത് കാര്യങ്ങളാണ് അറിയാനുള്ളത്, നിനക്ക് എന്താണ് എന്നെക്കുറിച്ച് കൂടുതലായിട്ട് അറിയേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടുണ്ട്, ഇനി നീ എൻ്റെ ഈ ഒരു കത്തിക്ക് മുന്നിൽ ഇരയാവാൻ പോണ വേറൊരാളാന്നുള്ള രീതിയിലൊക്കെ നിക്കി നമ്മുടെ സെന്നിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ആരാണ് ശരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ നിക്കി പറയുന്നുണ്ടായിരുന്നു, ഞാൻ നിക്കി കോൾട്ടാണ്, ഒരുപാട് പേരെ ഈ ഒരു ബ്ലഡി നൈറ്റിൽ കൊന്നിട്ടുണ്ട്, ഒരു ലീഡറും കൂടെ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് അവളെ കുത്താതെ അവിടുന്ന് വെറുതെ വിട്ട് താഴത്തേക്ക് ഒരു ഇട്ടിട്ടാണ് അവൾ അവിടുന്ന് പോകുന്നുണ്ടായിരുന്നത്. സെന്നിനാണെങ്കിൽ അവളിങ്ങനെ കഴുത്തിൽ നല്ല രീതിയിൽ സ്ട്രോങ്ങിൽ പിടിച്ചതുകൊണ്ട് അതിൻ്റെ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള 5 പേരായിട്ടോ, ഇവരാണെങ്കിൽ സെൻ എവിടെയെന്നുള്ളൊരു ടെൻഷനിലാണല്ലോ. ബാക്കിയുള്ള എല്ലാവരും കൂടെ സെൻ എവിടെയെങ്കിലും ഉണ്ടാവും, ഐ മീൻ ക്ലാസ്സിലൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു കൂൾ മൈൻഡോട് കൂടിയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കൂടെ നമ്മുടെ മാറ്റ് ആണെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ട് ഓരോ ക്ലാസ് റൂമിൽ ഇങ്ങനെ കയറി അന്വേഷിക്കുക കേട്ടോ. അപ്പോൾ ഈ കൂട്ടുകാർക്ക് എല്ലാവരും നല്ല രീതിയിൽ നോക്കുന്നുണ്ട്, പക്ഷേ അങ്ങനെയല്ല മാറ്റിൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ. അവൻ ഓവർ എൻഗേജ്ഡ് ആവുന്നുണ്ട് നമ്മുടെ സെന്നിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മാറ്റിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ റൂൾസും കാര്യങ്ങളൊന്നും ക്ലാസ് കട്ട് ചെയ്തിട്ട് നമ്മുടെ സെന്നിനെ തേടി പോകേണ്ട ആവശ്യമില്ല, അവൾ ക്ലാസ്സിൽ വരും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. സെന്നിനോട് ഒരു ഇഷ്ടമുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം, പക്ഷെ അതുപോലെയല്ല, റൂൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മരണം വരെ സംഭവിക്കുക എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ മാറ്റിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ സെന്നാണെങ്കിൽ അവൾ അവിടെ ഇട്ട ആ സ്ഥലത്ത് തന്നെ ഇരിക്കുക കേട്ടോ. ക്ലാസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഒരു റൂളാണ് എല്ലാ ക്ലാസ്സിലും മസ്റ്റായിട്ട് കയറണം എന്നുള്ളത്. സെന്നാണെങ്കിൽ ക്ലാസ്സിൽ കയറാതെ അവിടെ ഇരിക്കുകയാണ്. ആ സമയത്താണെങ്കിൽ അങ്ങോട്ടേക്ക് എയ്സ് വരുന്നുണ്ട് കേട്ടോ. എയ്സിനാണെങ്കിൽ ഈ ഒരു സ്കൂളിൽ ഭയങ്കര പവറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അത് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഇവൻ്റെ ഒരു വാക്കിൽ എല്ലാ കുട്ടികളും ക്ലാസ്സിലേക്ക് വേഗം തന്നെ പോയിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ എന്തോ ഒരു വലിയൊരു പദവി നയിക്കുന്ന ഒരാളാണ് ഈ ഒരു എയ്സ് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. സോ എയ്സ് ആണെങ്കിൽ സെന്നോട് സംസാരിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് എന്താണ് പ്രോബ്ലം എന്നുള്ള കാര്യം. അപ്പോൾ എയ്സ് അവളോട് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ക്ലാസ് ഉണ്ടല്ലോ, നീ എന്താ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇരിക്കണേ, അങ്ങനെ ക്ലാസ് കട്ട് ചെയ്തിരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അവൾ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ അവളുടെ കൈ നല്ല മുറുക്കെ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എയ്സ് മുറുക്കെ പിടിച്ചിട്ട് ഭയങ്കര റെഡാക്കി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളോട് ഇത് നിൻ്റെ ഫസ്റ്റ് വാർണിംഗ് ആണെന്നൊക്കെ അവളോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ആരാന്നുള്ള കാര്യം. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ പേര് ഐസ് എന്നാണ്, സോ ഞാനാണ് ഈ ഒരു കോളേജിലെ ഗവൺമെൻറ് സുപ്രീമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഗവൺമെൻറ് സുപ്രീമോ, അവളിങ്ങനെ ആലോചിക്കുക, എന്തെങ്കിലും സുപ്രീമോ ഒരു പ്രധാനപ്പെട്ട ഒരു പദവി കേട്ടിട്ടില്ല കേട്ടോ. അവിടുത്തെ ഹെൽ യൂണിവേഴ്സിറ്റീൻ്റെ സുപ്രീം സ്റ്റുഡൻറ്റ് ഗവൺമെൻറ് പ്രസിഡൻ്റ് ആണ് ഈ ഒരു എയ്സ് എന്നുള്ള കാര്യം അവൻ അവിടെ പറയുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാണ് എല്ലാവരും കൂടെ ഇവനെങ്ങനെ പേടിക്കുന്ന ഒരു കാര്യം. ശരിക്കും ഇവൻ ആരാണ്? കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ആ ഒരു സ്റ്റുഡൻറ്റ് ഭയങ്കര ബ്ലഡിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുന്ന ആ സമയത്ത് സ്റ്റുഡൻസ് എല്ലാവരും അവിടെ ഉണ്ടാകുമ്പോൾ ഈ ഒരു എയ്സിൻ്റെ ഒറ്റ വാക്കിനെ പറ്റുന്ന ഈ എയ്സ് ക്ലാസ്സിൽ പോകാൻ എല്ലാവരോട് പറഞ്ഞപ്പോൾ എല്ലാവരും അവിടെ നിന്ന് അവനെ പേടിച്ച് ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ അവൻ്റെ റോൾ എന്താണെന്ന് അവളിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അവളുടെ കൈ നല്ല രീതിയിൽ ബ്ലഡ് ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന പോലെ ബ്ലഡ് കട്ട പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണുന്നത് അവർ ക്ലാസ് റൂമാണ്. ക്ലാസ്സിൽ ഫിസിക്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്തായിരുന്നു നമ്മുടെ സെന്നെ ക്ലാസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നത്. സെന്നെ എവിടെയാണ് ഇത്ര നേരം എന്നുള്ളതൊന്നും നമ്മൾ ബാക്കിയുള്ള സ്റ്റുഡൻസിനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മിസ് അവളെ ക്ലാസ്സിലേക്ക് നോർമലി കയറ്റി വിടുന്ന പോലെ കയറ്റി വിടുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തായിരുന്നു വാൻ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു റെഡ് പാടും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്ത് പറ്റിയതാണ് സെന്നെ എന്നുള്ള രീതിയിലൊക്കെ അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഭയങ്കര ടെൻഷനായിട്ട്, ബാക്കിയുള്ള 5 പേരും ഭയങ്കര ടെൻഷനായിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റി, ഇവളെ കുറച്ച് നേരമായിട്ട് കാണുന്നില്ലല്ലോ. സോ അവളുടെ കയ്യിൽ എന്താണ് ഇങ്ങനെ പാടുന്നുള്ളതൊക്കെ മാറ്റ് അവളോട് വിശദമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു പാട് എന്താണെന്നുള്ള മിസ്സ് നോക്കാൻ വരുമ്പോൾ ഈ ഒരു പാട് കണ്ടപ്പോൾ മിസ്സിന് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇത് സുപ്രീമോ ആണ് ആക്കിയത് എന്നുള്ള കാര്യം. സോ അവളോട് മിസ്സ് പറയുന്നുണ്ടായിരുന്നു, ഇത് നിൻ്റെ ഫസ്റ്റ് വാർണിംഗ് എന്നുള്ള കാര്യം. അവൾ കാരണം ഒരു ബ്രേക്ക്, ഐ മീൻ അവിടുത്തെ റൂൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ക്ലാസ്സിൽ നിർബന്ധമായിട്ടും കയറേണ്ട ഒരു സംഭവമാണ്. സോ ഇത് സുപ്രീമോ ആണ് ചെയ്തതെന്നുള്ള മിസ്സിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, സുപ്രീമോ അതാരെ സുപ്രീമോ എന്നുള്ള കാര്യം ബാക്കിയുള്ളവർ ചോദിക്കുന്നത്, ഐ മീൻ ബാക്കിയുള്ള 5 പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ള സ്റ്റുഡൻസിന് എല്ലാവർക്കും ഈ സുപ്രീമോ ആരാണ്, എന്താണെന്നുള്ള കാര്യങ്ങൾ, അവരുടെ റോൾ എന്താണെന്നുള്ളതൊക്കെ അറിയാം. സോ ഇവിടെ ഒരു മുറി കണ്ടിട്ട് ഭയങ്കര ടെൻസ്ഡായിട്ട് മാറ്റ് അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല, ഓക്കെ ആണെന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ മിസ്സ് അവിടുത്തെ ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ അവൾക്ക് കൊടുക്കുന്നുണ്ട്. കൂടാതെ മാറ്റ് അവളോട് പറയുന്നുണ്ടായിരുന്നു, ഇനി ഞാനില്ലാതെ നീ എങ്ങോട്ടും പോവരുത്, അടുത്ത ടൈം എങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ നീ എന്നോട് പറയണം, കാരണം നീ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ നിക്കി അവളുടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിക്കി അവളോട് പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ ഈ ക്യൂരിയോസിറ്റി നിൻ്റെ മരണത്തിലേക്ക് നയിക്കും തന്നെ. സോ നിനക്ക് മരിക്കണ്ട എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നാലെ പോവേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, നീ ഇതിനെക്കുറിച്ചൊക്കെ നിനക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നീ ഒറ്റയ്ക്ക് തന്നെ എന്തായാലും കണ്ടുപിടിക്കണം എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മുടെ സെന്നിനോട് അവൾ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് കാണുന്നതാണെങ്കിൽ സെന്നാണെങ്കിൽ വരാന്തയിലൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. ഓരോ കാര്യങ്ങൾ ആലോചിച്ചായിരുന്നു വരുന്നുണ്ടായിരുന്നത്. സോ ആ ഒരു സമയത്തായിരുന്നു നമ്മുടെ മാറ്റ് അടുത്ത വേറെ സ്റ്റുഡൻസ്, ഈ ഒരു 5 പേരല്ലാതെ ആ ഒരു കോളേജിൽ, ഐ മീൻ ആ ഒരു സ്കൂളിൽ ഓൾറെഡി ഉള്ള ഒരു 2 പേരോട് നമ്മുടെ മാറ്റ് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ഇത് ആരാണ്, എന്താണ് ഇവരോട്, എന്താ നീ സംസാരിക്കുന്നത്, ആരും വിശ്വസിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ ഈ ഒരു 5 പേരല്ലാതെ വേറെ ആരും നീ വിശ്വസിക്കുന്ന സെന്ന് പറയുമ്പോൾ, നിനക്കറിയില്ല ഞാനെന്ന് എൻ്റെ ഫ്രണ്ട്സിനോട് മാത്രമേ സംസാരിക്കുള്ളൂ, അവരോട് ഓപ്പണായിട്ട് കൂടുതലായിട്ട് മിങ്കിൾ ആവുള്ളൂ. സോ അത് വലിയ രീതിയിലൊന്നും കാര്യങ്ങളൊന്നും
സംസാരിച്ചിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ എയ്സ് ആണ്, സുപ്രീം ഓരോ കാര്യങ്ങൾ ഈ ഒരു സ്കൂളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അവിടുത്തെ റെക്കോർഡും കാര്യങ്ങളൊക്കെ അവരുടെ വൈസ് പ്രസിഡൻറ്റിനൊക്കെ വെച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഓരോ മൈനർ കാഷ്വാലിറ്റീസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു പ്രസിഡൻ്റ് ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലായിരുന്നു ഇവരൊരു ടോക്ക് നമ്മുടെ സെന്നിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്, ന്യൂബീസിൻ്റെ അടുത്തേക്ക് പുതുതായിട്ട് ആ ഒരു സ്കൂളിലേക്ക് ജോയിൻ ആയിട്ടുള്ള കുറച്ച് ആളുകളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. സോ അതിലൊരു മെയിൻ ആയിട്ടുള്ള ഒരാളാണ് സെന്നിനാണെങ്കിൽ ഈ ഒരു ബ്ലഡ് നൈറ്റിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വരയും കാര്യങ്ങളുണ്ട്. സോ അവൾ ഭയങ്കര സാധാരണയുള്ള 5 പേരെ ഒരു സ്വഭാവവും കാര്യങ്ങളൊന്നല്ല അവിടെ പ്രകടമാക്കുന്നതിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ നല്ല രീതിയിൽ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ കാര്യമാണെങ്കിൽ നമ്മുടെ വൈസ് പ്രസിഡൻ്റായ നമ്മുടെ എയ്സിനോട് പറയുന്നുണ്ടായിരുന്നു. എയ്സ് ഭയങ്കര ഇൻട്രസ്റ്റഡോട് ആ ഒരു കാര്യം കേട്ട് നിൽക്കുന്നുണ്ട്. കാരണം എയ്സിനും ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ ഒരു പെൺകുട്ടി നമ്മുടെ സെന്നി ഇങ്ങനെ ഓരോ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ എന്താണ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ക്ലാസ് കട്ട് ചെയ്തിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കുന്നതും പിന്നെ ആ ഒരു ക്യാമ്പസിൽ തന്നെ നൈറ്റിൽ നമ്മുടെ സെന്നിന് ഒരാൾ വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ നമ്മുടെ എയ്സ് ആലോചിക്കുന്നുണ്ടായിരുന്നു, പറയുന്നുണ്ടായിരുന്നു ഈ ഒരു ക്ലാസ് കട്ട് ചെയ്തതിൻ്റെ പേരിൽ അവളുടെ കൈയൊക്കെ പിടിച്ച കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. വൈസ് പ്രസിഡന്റ് പറയുന്നുണ്ടായിരുന്നു ചിലപ്പോൾ എല്ലാവരുടെ ഇടയിലും ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റുഡൻസ് ഓരോന്ന് കാണിക്കുമല്ലോ. സോ അതുപോലെ ആയിരിക്കും മേ ബി സെന്നെ കാണിക്കണം എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ വൈസ് പ്രസിഡന്റും ഒപ്പം നിൽക്കുന്ന ആളും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സുപ്രീം ആണെങ്കിൽ മേ ബി അങ്ങനെ ആയിരിക്കാം, എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. എന്തായാലും അവൾക്ക് എന്തോ രീതിയിൽ അവൾ ഭയങ്കര ക്യൂരിയസ്ഡ് ആണ് ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എന്നുള്ളതൊക്കെ ഇവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നമ്മൾ കാണുന്നതാണ് ക്ലാസ് റൂമിലെ ക്ലോക്ക് 6:20 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 6:20 ആയ 7 മണിയാവാൻ ഇനി കുറച്ച് ടൈം മാത്രമേ ഉണ്ടായിരുന്നല്ലോ. സോ അപ്പം നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സെന്നിനാണെങ്കിൽ വാഷ്റൂം പോകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ മുട്ടി നിൽക്കുകയാണ്. സോ അവൾ ഇങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും അവളുടെ ഫ്രണ്ട്സ് 5 പേര് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എങ്ങോട്ടാണ് പോകുന്നത് നിൽക്കാനും. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു എനിക്ക് വാഷ്റൂം പോകേണ്ട ഒരു ആവശ്യമുണ്ട്, എനിക്ക് നല്ല രീതിയിൽ തന്നെ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. സോ ഞാൻ അതിന് വേണ്ടി പോകാൻ നിൽക്കാൻ അവൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മാറ്റ് ആണെങ്കിൽ അവൾ ഒറ്റയ്ക്ക് വിടില്ല എന്നുള്ള രീതിയിൽ അവൾ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നുള്ള രീതിയിൽ അവളോടൊപ്പം തന്നെ പോകുന്നുണ്ടായിരുന്നു. കാരണം ഭയങ്കര ഒബ്സസ്ഡ് ആണ് അവളുടെ എല്ലാ കാര്യത്തിലും മാറ്റ്. കാരണം മാറ്റിനെ അവൾ ഇഷ്ടമെന്നുള്ള കാര്യം ഇതുവരെ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ സെന്നിൻ്റെ ഓരോ ക്യൂരിയോസിറ്റിയും കാര്യങ്ങളും ഇവിടെ എന്ത് നടക്കുന്ന അറിയുന്ന കാര്യങ്ങളൊക്കെ മിസ്സിന് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു. സോ മിസ് അവളോട് പറയുന്നുണ്ടായിരുന്നു വേഗം തന്നെ 7 മണിൻ്റെ മുന്നേ തന്നെ വാഷ്റൂമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് തിരിച്ച് ഹോസ്റ്റൽ റൂമിലേക്ക് പോകണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മാറ്റ് ഒപ്പം പോകുന്നുള്ള കാര്യം സെന്നിനെ അറിയണോണ്ട് തന്നെ സെന്ന് അവൻ്റെ കൂട്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ കൈയൊക്കെ പിടിച്ചിട്ടായിരുന്നു ഒരുമിച്ച് പോകുന്നുണ്ടായിരുന്നത്. സോ മാറ്റ് ഉണ്ടെങ്കിൽ നല്ല ഹാപ്പി ആണല്ലോ, കാരണം സെന്നിനോട് ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സെന്ന അവനോട് പറഞ്ഞു എൻ്റെ കാര്യത്തിൽ കൂടുതൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ആണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു കണ്ടില്ല ഇവിടെ വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. സോ ഇങ്ങനെ കൂടുതലായിട്ട് പേടിക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ള രീതിയിൽ അവൾ സംസാരിച്ചിട്ട് അവൾ വാഷ്റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ കൂടെ അവനൊരു സന്തോഷമാണല്ലോ, കാരണം അവളങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് അവളുടെ ഒപ്പം ഇങ്ങനെ നിൽക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവന് സന്തോഷമാണല്ലേ. സോ അവൻ പറയുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും എങ്ങനെയാണെങ്കിലും ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും, നിനക്കൊരു പ്രൊട്ടക്റ്റ് ആയിട്ട് ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഒരു ഷീൽഡായിട്ട് എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ അവൾ വാഷ്റൂമിലേക്ക് പോയിട്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാട്ടോ, എയ്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സ്കൂളിൽ നടക്കുന്ന എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഭയങ്കര ടെൻഷനായിട്ട് അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. എയ്സിന് എന്തായിരിക്കും ഇതിൽ ബന്ധം എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ബ്ലഡ് ഗ്യാങ് ഉണ്ടല്ലോ, സോ അതിൽ മെമ്പേഴ്സൊക്കെ ആരൊക്കെ ആയിരിക്കാം. കൂടാതെ തന്നെ നമ്മുടെ നിക്കി അവളോട് ഒരുപാട് നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിൻ്റെ ക്യൂരിയോസിറ്റി നല്ലതിനല്ല, നിൻ്റെ മരണത്തിലേക്കാണ് നിൻ്റെ പോക്ക് തന്നെ. സോ നീ ഒരു ഇതിലേക്കുള്ള ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ നീ വിടുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ സെന്നിനോട് നമ്മുടെ നിക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നിക്കി എന്തുകൊണ്ടാവും പറഞ്ഞിട്ടുണ്ടാവുക, എന്ത് റൂളിനെ കുറിച്ചാവും അവൾ കൂടുതലായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഹെൽ യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു സ്കൂളിൽ എന്തോ ഒരു വലിയ റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ റൂള് നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ വലിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മുടെ നിക്കി ആണെങ്കിൽ ആ ഒരു കാര്യം നമ്മുടെ സെന്നിന് അവയർനെസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നുള്ളതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കൂടാതെ തന്നെ ഈ ഒരു ബ്ലഡ് നൈറ്റിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്നുള്ളതൊക്കെ ഇവളിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ആ ഒരു കറക്റ്റ് സമയത്തായിരുന്നു ക്ലോക്കിൽ 7 മണിയായിട്ട് 7 മണീൻ്റെ സൈറൺ മുഴങ്ങിയിട്ടുണ്ടായിരുന്നോ. ഇവളാണെങ്കിൽ വാഷ്റൂമിലാണ്. ഇവൾ പെട്ടെന്ന് തന്നെ അവിടെ ആകെ രീതിയിൽ സ്റ്റക്ക് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഇവൾ വാഷ്റൂമിലാണ്. ഇവളെ പുറത്താണെങ്കിൽ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാറ്റ് എവിടെയെന്നുള്ള രീതിയിൽ ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് അവളാണെങ്കിൽ പുറത്തേക്ക് ഓടി വരുന്നുണ്ട്. പുറത്തേക്ക് ഓടി വരുമ്പോൾ മൊത്തത്തിൽ അവിടെ സൈറൺ മുടങ്ങിയിട്ട് റെഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് പേരാണെങ്കിൽ വടിയും കാര്യങ്ങളൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുക കേട്ടോ. സോ നെക്സ്റ്റ് എപ്പിസോഡ് ഉടനെ തന്നെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തിരിക്കുന്ന ലൈക്ക് ചെയ്യുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ ഒരുപാട് പേര് കാണുന്നത്. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ മറക്കരുത്. ദിസ് ഈസ് അഭിനയ സൈനിങ് ഔട്ട്. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.